ഇടുക്കിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ഇടുക്കി മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ പരാക്രമം. മറയൂർ അതിർത്തിയിൽ പാമ്പൻ മലയിൽ 2 വീടിന്റെ മേൽക്കൂരകൾ പടയപ്പ തകർത്തു. 3 മണിക്കൂറോളമാണ് വീടുകൾക്ക് മുന്നിൽ പടയപ്പ നിലയുറപ്പിച്ചത്. அஞ்சு பேர் இருந்தோம். 5 பேர் இருந்து நான் தான் அந்த பெட்டியில் இருந்ததில்ல. அந்த பெட்டியில் தவிர வேறு எங்கேயும் நான் எந்திக்கல. வேற மறுபடியும் சோத்து பானியை வந்து தட்டை தடிச்சு அந்த தட்டில் வந்து அப்படின்ட்டு நான் வீட்டுக்கு ஓடிட்டேன். இந்த தும்பிக்கை அங்கே வந்து விட்டோம். அதுக்கு பிறகு பிள்ளையெல்லாம் ஓடிச்சு. நான் மட்டும்தான் வீட்டுக்குள்ளே இருந்தேன். இந்த பிள்ளையில 5 பேர் 5 பேரும் 4 பேரும் பையன் பேர 4 பேருமே அங்கிட்டு கூட்டிட்டாங்க. அங்கே அப்படி கூட்டி இப்போ இங்கே யானை எங்கே நிற்கிறனாலும் அங்கிட்டு போயிட்டாங்க അടുത്ത വീட்டுக்கு. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണോ പടയപ്പ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര കുറെ നാളായിട്ട് ഈ പടയപ്പയുടെ ഒരു ശല്യം കുറഞ്ഞൊരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും ഈ പടയപ്പ മറയൂർ അതിർത്തി മേഖലയായ ഈ പാമ്പമല, അതോടൊപ്പം തന്നെ തലയാറ് തുടങ്ങിയ മേഖലകളിലാണ് ഇപ്പോൾ ഈ പടയപ്പ തമ്പടിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ഈ മേഖലയിൽ ഇപ്പോഴാണ് ഈ ചക്ക ഉണ്ടാകുന്ന സീസൺ. ഈ ചക്ക ഉണ്ടാകുന്ന സീസണായിട്ടാണ് ഇപ്പോൾ ഈ പടയപ്പ ഈ മേഖല കേന്ദ്രീകരിച്ച് തന്നെ തമ്പടിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ പടയപ്പ ഈ പാമ്പൻമല എസ്റ്റേറ്റിലേക്ക് എത്തുന്നത്. പാമ്പൻമല എസ്റ്റേറ്റിലെത്തി ഇവിടെ ഉണ്ടായിരുന്ന ശിങ്കാരന്റെ 2 താമസിച്ചിരുന്ന വീടിന്റെ മേൽക്കൂര തകർക്കുകയും അതോടൊപ്പം തന്നെ ജനാല തകർത്ത് ഈ തുമ്പിക്കകത്തിട്ട് ചോറുണ്ടാക്കി വെച്ച പാത്രം എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് ഈ ശിങ്കാരൻ ഒച്ച വെച്ചതോടെയാണ് ഈ പടയപ്പ അവിടെ നിന്ന് പിന്മാറിയത്. വീട്ടിലുണ്ടായിരുന്ന കുട്ടികളടക്കം 5 പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ശിങ്കാരന്റെ കാല് വയ്യാത്ത കാരണം, ഒരു പ്രായാധിക്യത്തെ തുടർന്ന് കാല് വയ്യാത്ത കാരണമാണ് ശിങ്കാരന് ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല. ഏതായാലും ഒച്ച വെച്ചതോടെ പടയപ്പ പിൻവാങ്ങുകയായിരുന്നു. ഏകദേശം ഒരു 3 മണിക്കൂറോളം ഈ മേഖലയിലെ തോട്ടം തൊഴിലാളികളെ പടയപ്പ മുൾമുനയിൽ നിർത്തിയെന്ന് വേണം പറയാൻ. പടയപ്പ നിലവിൽ ഈ മഴക്കാലത്ത് കാട്ടിലേക്ക് പിൻവാങ്ങുമെന്നായിരുന്നു ഈ വനവകുപ്പിന്റെ ഒരു നിഗമനം ഉണ്ടായിരുന്നത്. എന്നാൽ പടയപ്പ ഈ ജനവാസ മേഖലയിൽ കേന്ദ്രീകരിച്ച് പിന്മാറുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാകുന്നത്. മഴയായാലും വെയിലായാലും ജനവാസ മേഖലയിലെത്തി ഭക്ഷണം കഴിക്കുക, അതാണ് പടയപ്പയുടെ ഒരു ശീലം എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് പടയപ്പ പലപ്പോഴും ഭക്ഷണത്തിനായി ഈ ജനവാസ മേഖലയിൽ എത്തുന്നു. കിട്ടാതെ വരുമ്പോഴാണ് ഈ ഇവിടെ ഉണ്ടാകുന്ന മേൽക്കൂര അല്ലെങ്കിൽ തകർത്ത് വീടിനകത്ത് അതിക്രമിച്ച് കയറുന്ന ഒരു രീതി തന്നെയാണ് പടയപ്പ കാണിക്കുന്നത്. ഏതായാലും വലിയ നാശനഷ്ടമാണ് ഇവിടെ പടയപ്പ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പടയപ്പ ഈ മേഖലയിൽ തന്നെയാണ് തുടരുന്നത്. ഏതായാലും പടയപ്പ ഇവിടെ നിന്ന് ഈ ചക്ക സീസൺ കഴിയാണ്ട് പടയപ്പ ഈ മറയൂർ മേഖലയിൽ നിന്ന് പിന്നീട് മൂന്നാറിലേക്ക് എത്തണമെങ്കിൽ ഈ ചക്ക സീസൺ ഇവിടുന്ന് കഴിയണം. പിന്നീട് മൂന്നാർ മേഖല കേന്ദ്രീകരിച്ചായിരിക്കും പടയപ്പയുടെ ഒരു സഞ്ചാരപഥം എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. ഏതായാലും വനവകുപ്പ് ഇന്നലെ എത്തിയില്ല എന്നുള്ളൊരു വലിയ ഗുരുതര ആരോപണം തന്നെ ഇവർ ഉന്നയിക്കുന്നുണ്ട്. നിരവധി തവണ വനവകുപ്പിനെ ഇവരെ മറിച്ച് ആളില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞ് വനവകുപ്പ് പിന്മാറുമായിരുന്നെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഏതായാലും വലിയ ഭീതിയിലാണ് ഈ ആളുകൾ നിലവിൽ ഇവിടെയുള്ളത്. കാരണം രാത്രി മഴക്കാലത്ത് പലപ്പോഴും വൈദ്യുതി ബന്ധം താറുമാറാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ഈ ആനയടക്കമുള്ള ഈ കാട്ടുമൃഗങ്ങൾ വീട്ടുമുറ്റത്തെത്തുമ്പോൾ വലിയ ഭയപ്പാടോടെയാണ് ഇവർ കഴിയുന്നത്. രാത്രി പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നിലവിലുള്ളത്. ഏതായാലും പടയപ്പയെ തുരത്തണമെന്ന് തന്നെയാണ് ഇവർ ആവർത്തിച്ച് പറയുന്നത്. അതിനാ ശരി ബിനീഷ്, ഇടുക്കി മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ പരാക്രമം. മറയൂർ അതിർത്തിയിൽ പാമ്പൻ മലയിൽ 2 വീടിന്റെ മേൽക്കൂരകൾ പടയപ്പ തകർത്തു. 3 മണിക്കൂറോളമാണ് വീടുകൾക്ക് മുന്നിൽ പടയപ്പ നിലയുറപ്പിച്ചത്.